നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനായി സംസ്ഥാനങ്ങളുമായും ടെറിട്ടറികളുമായും പുതിയ ഫണ്ടിംഗ് കരാറിൽ ഏർപ്പെട്ട ഫെഡറൽ സർക്കാർ ദീർഘനാളായി നിലനിന്നിരുന്ന തർക്കങ്ങൾക്കൊടുവിൽ ആശുപത്രികളുടെ നടത്തിപ്പിനായി കൂടുതൽ തുക അനുവദിക്കുവാനുള്ള ചരിത്രപരമായ തീരുമാനത്തിലാണ് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി എത്തിച്ചേർന്നത്. ആശുപത്രികളുടെ പ്രവർത്തന ചെലവിൽ ഫെഡറൽ സർക്കാരിന്റെ വിഹിതം നിലവിലെ 45% നിന്ന് 50% ഉയർത്തുവാൻ തീരുമാനമായി. ഇത് രാജ്യത്തെ പൊതു ആശുപത്രികളുടെ നിലവാരം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഏകദേശം $13 ബില്യൺ അധിക നിക്ഷേപമാണ് ആരോഗ്യ മേഖലയിൽ സർക്കാർ ലക്ഷ്യമിടുന്നത്. ശസ്ത്രക്രിയകൾക്കായുള്ള നീണ്ട കാത്തിരിപ്പ് ഒഴിവാക്കുവാനും എമർജൻസി വിഭാഗങ്ങളിലെ തിരക്ക് കുറയ്ക്കുവാനും ഇത് ഉപകരിക്കും. ഫെഡറൽ സർക്കാരിന്റെ ഈ നീക്കത്തെ ന്യൂ സൌത്ത് വെയിൽസ്, വിക്ടോറിയ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സ്വാഗതം ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ആരോഗ്യ മേഖലയ്ക്ക് ഇത് വലിയ ആശ്വാസമാകുമെന്ന് സംസ്ഥാന പ്രീമിയർമാരും വ്യക്തമാക്കി. വിക്ടോറിയയ്ക്ക് $82 ബില്യൺ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച ആൽബനീസി അലൻ സർക്കാരുകൾ ഈ വർഷം ജനുവരിയിൽ വിക്ടോറിയയിലുണ്ടായ ശക്തമായ കാട്ടുതീയിൽ തകർന്ന റോഡുകളും പൊതുഗതാഗത സംവിധാനങ്ങളും പുനർനിർമ്മിക്കുന്നതിനായി $81.8 ബില്യൺ ധനസഹായമാണ് പ്രധാനമന്ത്രിയും വിക്ടോറിയൻ പ്രീമിയറും ചേർന്ന് പ്രഖ്യാപിച്ചത്. ദുരന്തബാധിത മേഖലകളിലെ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിക്കുവാനുള്ള രണ്ടാംഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. കാട്ടുതീയിൽ തകർന്ന റോഡുകൾ, സുരക്ഷാ ബാരിയറുകൾ, സൈൻ ബോർഡുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കായി ഈ തുക വിനിയോഗിക്കും. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനായി പ്രധാന ഗതാഗത മാർഗങ്ങൾ ഉടൻ തുറന്നുകൊടുക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകി. ആകെ തുകയിൽ $44 മില്യൺ ഫെഡറൽ സർക്കാരും വിക്ടോറിയൻ സർക്കാരും സംയുക്തമായി നൽകും. ബാക്കി $37 മില്യൺ വിക്ടോറിയൻ സർക്കാർ നേരിട്ട് വഹിക്കും. ഓസ്ട്രേലിയ സന്ദർശിക്കാനിരിക്കുന്ന ഇസ്രായേൽ പ്രസിഡന്റ് ബെന്യാമിൻ നെതന്യാഹുവിന്റെ ക്ഷണം പിൻവലിക്കണമെന്ന ആവശ്യം ഓസ്ട്രേലിയയിൽ ശക്തമാകുന്നു. കഴിഞ്ഞ ഡിസംബറിൽ സിഡ്നിയിലെ ബോണ്ടേ ബീച്ചിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുവാനാണ് നെതന്യാഹുവിനെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി ഔദ്യോഗികമായി ക്ഷണിച്ചത്. ഫെബ്രുവരി 8 മുതൽ 12 വരെയാണ് സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി, ഗവർണർ ജനറൽ സാം നോസ്റ്റൺ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തും. അതേസമയം പലസ്തീൻ അനുകൂല സംഘടനകളും ചില സ്വതന്ത്ര എംപിമാരും ഈ സന്ദർശനത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ടു പോകുവാനാണ് വിവിധ സംഘടനകളുടെ നീക്കം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിപ വൈറസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഓസ്ട്രേലിയയുടെ അതിർത്തി നിയന്ത്രണങ്ങളിൽ നിലവിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് ആരോഗ്യ അധികൃതർ അറിയിച്ചു. വിദേശത്ത് നിന്നെത്തുന്ന യാത്രക്കാർക്ക് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് സർക്കാർ വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ അതിർത്തികളിൽ നിലവിൽ കർശനമായ നിയന്ത്രണങ്ങൾ ആവശ്യമില്ല എന്നാണ് ചീഫ് മെഡിക്കൽ ഓഫീസറുടെ വിലയിരുത്തൽ. എന്നാൽ രോഗലക്ഷണങ്ങളുമായി എത്തുന്ന യാത്രക്കാരെ കണ്ടെത്തുവാൻ ക്വാറന്റൈൻ ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഓസ്ട്രേലിയൻ ആരോഗ്യ വകുപ്പ് ഈ അറിയിപ്പ് പുറപ്പെടുവിച്ചത്. രോഗം പകരുവാനുള്ള സാധ്യതയും അതിന്റെ തീവ്രതയും സംബന്ധിച്ച് വിദഗ്ധ സമിതി പഠനം നടത്തുന്നുണ്ട്. പർത്തിലെ മോസ്മാൻ പാർക്കിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 50 വയസ്സോളം പ്രായമുള്ള ദമ്പതികളും 40ഉം 16ഉം വയസ്സുള്ള മക്കളായ 2 ആൺകുട്ടികളുമാണ് മരണപ്പെട്ടത്. ഇവർക്കൊപ്പം വീട്ടിലുണ്ടായിരുന്ന 3 വളർത്തുമൃഗങ്ങളും ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 8:15 കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ വീട്ടിലെത്തിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ നിഗമനം. മരിച്ച 2 കുട്ടികൾക്കും ദീർഘകാലമായി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും കുടുംബം കെയർ സർവീസുകളുടെ സഹായം തേടിയിരുന്നതായും പോലീസ് ഇൻസ്പെക്ടർ ജെസിക്ക സെക്യൂറോ അറിയിച്ചു. വീട്ടിൽ നിന്നും ഒരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാരകായുധങ്ങളുടെ ഉപയോഗമോ മറ്റോ നടന്നതായി ലക്ഷണങ്ങളില്ലെന്നും പോലീസ് അറിയിച്ചു. ഓപ്പൺ പുരുഷ സിംഗിൾസിൽ സ്പെയിന്റെ ലോക 1 നമ്പർ താരം കാർലോസ് അൽക്കാരസ് ഫൈനലിൽ
സെമിയിൽ ജർമ്മൻ താരം അലക്സാണ്ടർ സൊരേവിനെ തോൽപ്പിച്ചാണ് അൽക്കാരിസ് ഫൈനലിലെത്തിയത്. 5 സെറ്റ് നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് അൽക്കാരിസിന്റെ ജയം. സ്കോർ 6-4, 7-6, 6-7, 6-7, 7-5. ആദ്യ 2 സെറ്റുകളിലും അൽക്കാരിസ് ജയിച്ചതോടെ ഏകപക്ഷീയമാകുമെന്ന് തോന്നിച്ചതായിരുന്നു സെമി പോരാട്ടം. ആദ്യ സെറ്റ് 6-4 അൽക്കാരിസ് സ്വന്തമാക്കിയത്. രണ്ടാം സെറ്റിൽ സൊരേവ് വെല്ലുവിളി ഉയർത്തിയെങ്കിലും ടൈ ബ്രേക്കറിൽ വീണു. 7-5 ടൈ ബ്രേക്കർ കടന്ന അൽക്കാരിസ് സെറ്റും സ്വന്തമാക്കി. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ഫൈനലിൽ ലോക 1-ാം നമ്പർ താരം അരീന സബാലിങ്ക എലീന റിബാക്കിനയെ നേരിടും. ഇരുവരും ഫൈനലിലേക്കുള്ള യാത്രയിൽ ഒരു സെറ്റും നഷ്ടപ്പെടുത്തിയിട്ടില്ല. 4-ാം വർഷം തുടർച്ചയായി ഫൈനലിലെത്തുന്ന സബാലിങ്ക മെൽബൺ പാർക്കിൽ 4 സീസണിൽ 3-ാം കിരീടം സ്വന്തമാക്കിയാൽ മാർട്ടിന ഹിങ്സും മാർട്ടിന നവ്രാറ്റിലോവയും നേടിയ റെക്കോർഡിനൊപ്പം എത്തും. അതേസമയം 2022 വിംബിൾഡൺ ജേതാവായ റിബാക്കിന തന്റെ ആദ്യ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടവും 2ാം ഗ്രാൻഡ്സ്ലാം നേട്ടവും ലക്ഷ്യമിടുകയാണ്. ജെസിക്ക പെഗുലയെ സെമിയിൽ തോൽപ്പിച്ചാണ് റിബാക്കിന ഫൈനലിൽ എത്തിയത്. എവിടെ വരുന്നതും ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെയായാലും സർക്കാരാണെങ്കിലും മുനിസിപ്പാലിറ്റിയാണെങ്കിൽ 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. ഇഡി റെയ്ഡിനിടെ പ്രമുഖ ബിൽഡറും കോൺഫറൻസ് ഗ്രൂപ്പ് ഉടമയുമായ CJ റോയ് ജീവനൊടുക്കി. ബംഗളൂരിലെ ഓഫീസിൽ വെച്ച് സ്വയം വെടിവെച്ച് തീർക്കുകയായിരുന്നു. ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഓഫീസിൽ രാവിലെ മുതൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടത്തിയിരുന്നു. ബംഗളൂരിലെ ഓഫീസിലും CJ റോയുടെ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു. ഇഡി പരിശോധനകൾക്ക് പിന്നാലെയാണ് ഓഫീസിനകത്ത് വെച്ച് സ്വയം വെടിയുതിർന്ന CJ ജോയ് ജീവനൊടുക്കിയത്. ബംഗളൂരിലെ റിച്ച്മണ്ട് സർക്കിളിനടുത്തുള്ള ഓഫീസിലാണ് സംഭവം. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പ്രമുഖ ബിൽഡറും കോൺഫറൻസ് ഗ്രൂപ്പ് ഉടമയുമായ CJ റോയ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കർണാടക പോലീസ്. അശോക് നഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. DCPയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. സ്ഥലത്ത് ഫോറൻസിക് ബാലിസ്റ്റിക് ടീമുകൾ പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അറസ്റ്റ് ചെയ്യുമെന്ന സൂചനയുമുണ്ടായിരുന്നുവെന്നാണ് ജീവനക്കാരുടെ മൊഴി. CJ റോയിയെ ഇന്നലെ 1 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തിരുന്നുവെന്ന് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാകും. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് സത്യപ്രതിജ്ഞ. നിർണായക NCP യോഗം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരും. സുനേത്രയെ ബരാമതിയിൽ നിന്ന് മത്സരിപ്പിക്കുവാനും ആലോചനയുണ്ട്. ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് സുനേത്രയെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുകൊണ്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.